പ്രൈസ് ദി ലോർഡ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്നുള്ളതിന് യേശു ഒരു ഉപമ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു പട്ടണത്തിൽ മനുഷ്യനെ ശങ്കയില്ലാത്ത, ദൈവത്തെ ഭയമില്ലാത്ത ഒരു ന്യായാധിപൻ ഉണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. ആ വിധവ ന്യായാധിപന്റെ അടുക്കൽ ചെന്ന് തന്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു. പക്ഷേ കുറെ നാളത്തേക്ക് ആ ന്യായാധിപന് ആ വിഷയത്തിനകത്ത് മനസ്സില്ലായിരുന്നു. ഒടുവിൽ അവൾ കൂടുതലായി അസഹ്യപ്പെടുത്തിയത് കൊണ്ട് ഇനി അവൾ വന്ന് എന്റെ മുഖത്തടിക്കും എന്ന് പറഞ്ഞ് ആ വിഷയത്തിന് ന്യായാധിപൻ തീർപ്പ് കൽപ്പിക്കുകയാണ്. വേദപുസ്തകം പറയുന്നു, പ്രതിക്രിയ നടത്തി ആ ന്യായാധിപൻ ആ വിധവയെ രക്ഷിച്ചു. എന്നിട്ട് യേശു പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. അനീതിയുള്ള ന്യായാധിപൻ ചെയ്യുന്നത് കേൾപ്പീൻ. അനീതിയുള്ള ന്യായാധിപൻ ചെയ്തത് എന്താണ്? ആ വിധവയ്ക്ക് നീതി നടപ്പിലാക്കി കൊടുത്തു. എന്നിട്ട് യേശു പറഞ്ഞു, ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 7-ാം വാക്യം, ദൈവമോ തന്നോട് രാപ്പകൽ നിലവിളിക്കുന്ന തന്റെ വൃദ്ധന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനാകിയാൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. അടുത്ത വാക്യത്തിൽ വളരെ ശക്തമായിട്ട് കർത്താവ് പറഞ്ഞു, വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. അതേ പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ നീതിയുള്ള ന്യായാധിപൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കാൻ പോകുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത്, നിങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുന്ന വിഷയത്തിനകത്ത് വേഗത്തിൽ പ്രതിക്രിയ നടത്തി ദൈവം രക്ഷിക്കാൻ പോകുന്നു. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.